അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തേജസ് ന്യൂസിന്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. ഒരു മാസത്തോളം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പര്യവസാനം കുറിച്ച് ഈദുൽ ഫിത്ർ അഥവാ ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. എവിടെയും ആഹ്ലാദം അലതല്ലുന്ന കാഴ്ചകൾ, മുഖങ്ങളിൽ പ്രസന്നത, കണ്ടങ്ങളിൽ തക്ബീർ ധ്വനികൾ, ചുണ്ടുകളിൽ ഈദ് അഭിവാദ്യങ്ങൾ. പെരുന്നാൾ ആഘോഷത്തിന്റെ സന്തോഷ തിരതള്ളലിലാണ് വിശ്വാസികൾ. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവും അവന്റെ പ്രവാചകനും കൽപ്പിച്ചരുളിയ രണ്ട് ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈദുൽ ഫിത്ർ അഥവാ ചെറിയ പെരുന്നാൾ റമദാൻ വ്രത പരിസമാപ്തിയോടെ ശവ്വാൽ 1-നും, ഈദുൽ അദ്ഹ അഥവാ വലിയ പെരുന്നാൾ ഹജ്ജിന്റെ പരിസമാപ്തിയോടെ ദുൽഹജ്ജ് 10-നുമാണ്. ഈ ആഘോഷവേളകൾ നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ്. അള്ളാഹുവിനെ പ്രകീർത്തിച്ച് തക്ബീർ മുഴക്കുന്നു, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു, വിശ്വാസികൾ പരസ്പരം അഭിവാദ്യങ്ങൾ കൈമാറുന്നു, പുതുപുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചും ആഘോഷത്തിൽ പങ്കുചേരുന്നു, ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുന്നു, രോഗികളെ സമാശ്വസിപ്പിക്കുന്നു. ആഘോഷങ്ങൾ അനുവദനീയമാക്കിയതോടൊപ്പം തന്നെ ഇസ്ലാം അതിന് പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. ആഘോഷവും ഒരു ആരാധനയാണ്. മിതത്വമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ആഘോഷങ്ങളിലും അങ്ങനെ തന്നെ. 30 നാളിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം നേടിയെടുത്ത ആത്മവിശുദ്ധിയാണ് പെരുന്നാൾ ആഘോഷത്തിലും പ്രതിഫലിക്കേണ്ടത്. പെരുന്നാൾ ആഘോഷമാണ്. ആഘോഷം സന്തോഷകരമാണ്. അതോടൊപ്പം നമുക്ക് ചുറ്റും ലോകമെമ്പാടുമായി കഴിയുന്ന വിശ്വാസികളുടെ വിഷമകരമായ സാഹചര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, മുറിവേറ്റും പരിക്കുപറ്റിയും ഗസയുടെ തെരുവുകളിൽ റമദാൻ തള്ളി നീക്കിയവർ, വിശുദ്ധ റമദാനിലും സയനിസ്റ്റുകളുടെ കൂട്ടക്കൊലയ്ക്ക് ഇരയായവർ, ഉറ്റവരും ഉടയവരും യുദ്ധഭൂമിയിൽ രക്തസാക്ഷികളായവർ, അനാഥത്വത്തിന്റെ അടിച്ചമർത്തലിന്റെയും ആഴക്കയത്തിലേക്ക് എടുത്തെറിയപ്പെട്ടവർ, അവരും നോമ്പുകാരായിരുന്നു. അവരും നാഥനെ വാഴ്ത്തുകയാണ്. പക്ഷേ നമ്മെ പോലെ വീടുകളിൽ, പള്ളികളിലും സ്വസ്ഥമായിരുന്നല്ല അവരുടെ ആരാധന. സുഭിക്ഷമായ ഭക്ഷണ തളികകൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. പെരുന്നാൾ ദിനത്തിൽ പോലും പശിയടക്കാൻ പാടുപെടുകയായിരിക്കുന്നവർ. പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഒരു പക്ഷേ അവർക്ക് രക്ഷിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല. എന്നിട്ടും പരിഭവങ്ങളേതുമില്ലാതെ നാഥനെ വാഴ്ത്തുകയാണവർ. ഹസ്ബുനല്ലാ എന്ന് ആവർത്തിക്കുകയാണവർ. ഇതൊരു വശത്താണെങ്കിൽ മറുവശത്തേക്ക് നോക്കൂ. നീതിയുടെ പാതയിൽ നിലയുറപ്പിച്ചതിന്റെ പേരിൽ തടവറ പുൽകപ്പെട്ടവർ, നീതി നിഷേധിക്കപ്പെട്ട് തടവറവാസം നീളുന്നവർ, അവരിൽ രോഗികളും വാർദ്ധക്യം ബാധിച്ചവരുമുണ്ട്. കരുണയുടെ ഒരിറ്റുപോലും കണി കാണാനില്ലാത്ത ഭരണകൂട രൗദ്രതയുടെ ഇരകളാണവർ. എന്നാൽ ക്ഷമയോടെ, സ്ഥൈര്യത്തോടെ, സഹനമാർന്ന മനസ്സോടെ എല്ലാം നാഥനിൽ അർപ്പിച്ച് അവരും നോമ്പും പെരുന്നാളും പിന്നിടുന്നു. ഈ രണ്ട് ചിത്രങ്ങളും കൂടി ചേർത്തു വെച്ച് വേണം നമ്മുടെ പെരുന്നാൾ ആഘോഷം. ഫലസ്തീനികളുടെ വിജയത്തിനും അന്തസ്സാർന്ന അസ്തിത്വത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിനും മോചനത്തിനും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. വിമോചനത്തിന്റെ വിജയഗാഥകളാൽ അഷ്ടദിക്കുകളും പ്രകമ്പനം കൊള്ളട്ടെ. നീതിയുടെ പുത്തൻ സൂര്യോദയം നമുക്ക് കൺപാർക്കാനാവട്ടെ. സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും പുത്തൻ പ്രഭാതങ്ങൾക്ക്
നമുക്ക് സാക്ഷ്യം വഹിക്കാനാവട്ടെ. ഒരു പ്രാർത്ഥനയും വിഫലമാവുന്നില്ല, ഒരു തുള്ളി കണ്ണുനീരും നിഷ്ഫലമാവുന്നില്ല, ഒരു തുള്ളി ചോരയും പാഴാകുന്നില്ല. അള്ളാഹുവിന്റെ കാരുണ്യം അതിരില്ലാത്തതാണ്. ആ കാരുണ്യത്തെ തൊട്ട് നമ്മൾ അല്പവും നിരാശരല്ല. ഉറവ പറ്റാത്ത ദൈവ കാരുണ്യത്തിനു നേരെ കൈകൾ നീട്ടി നമുക്ക് പ്രാർത്ഥനാ നിമഗ്നരാവാം. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും മനം നിറഞ്ഞ ഈദുൽ ഫിത്ർ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.